Hi friends, welcome back to our channel Recipe In Malayalam. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്ന റെസിപ്പിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ലഡുവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലപ്പരിപ്പ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കടലപ്പരിപ്പല്ലേ ചനാദാൽ ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. നമ്മുടെ ചനാദാൽ കുറച്ച് വെള്ളത്തിൽ ആദ്യം കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ കഴുകിയെടുക്കാം. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം. ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. കുറച്ചൊന്ന് കുതിർത്ത് വെക്കണം. അപ്പം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4 മണിക്കൂറൊന്ന് കുതിർത്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മളെ കടലപ്പരിപ്പ് നന്നായിട്ട് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഇതൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരക്കുന്ന സമയത്ത് നമ്മൾ ഫൈനായിട്ട് അരക്കാൻ പാടില്ല. ജസ്റ്റ് കുറച്ച് തരികളുള്ള ആ ഒരു രീതിയിൽ വേണം ഇത് നമ്മൾ ഒന്ന് അരച്ചെടുക്കാൻ. ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് അരച്ചെടുക്കാൻ. ഫൈനായിട്ട് അരക്കരുത് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് തരിതരിപ്പായിട്ട് തന്നെ ഒന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്കൊരു 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കടലപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നെയ്യിൽ തയ്യാറാക്കിയാലേ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോഴേ ആ ഒരു കടലപ്പരിപ്പിൻ്റെ പച്ച ചുവ മാറി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കടലപ്പരിപ്പ് അരച്ചത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. ഒരു മിനിമം ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും ഇതൊന്ന് വറുത്തിട്ട് ഒന്ന് റെഡിയായി വരാൻ. ആദ്യം തന്നെ സ്പീഡിൽ ഇത് ചെയ്തെടുത്താൽ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറില്ല. അപ്പം ഒന്ന് സമയമെടുത്തിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറണം കേട്ടോ. അപ്പോഴേ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഡു കിട്ടുള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ നെയ്യ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി കൂടെ ഇത് നന്നായിട്ടൊന്ന് പൗഡർ ആ ഒരു കൺസിസ്റ്റൻസി ആകുന്ന വരെ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശവും മോയ്സ്ചറൊക്കെ നന്നായിട്ട് മാറണം. അപ്പോഴേ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കുക കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു പൗഡർ ഇതായിട്ട് വന്നിട്ടുണ്ട്, പൗഡറി കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിൽ ഇടാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് പൗഡറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാനിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോഴേ ഇതൊന്ന് തണുത്ത് വരുള്ളൂ. അപ്പം ഇത് മിക്സിയുടെ ജാറിൽ ഇടുന്ന സമയത്ത് ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറണം. അപ്പം ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചൂട് കുറച്ച് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കോഴ്സായിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. നമ്മൾ സാധാരണ കംപ്ലീറ്റ് തരിതരിപ്പ് ഇല്ലാണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്യാൻ പാടില്ല. കുറച്ച് തരികൾ വേണം. അപ്പോൾ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ വേണം ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ പൊടിച്ച് വെച്ചതെല്ലാം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഒരു പാനിൽ നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കണം. അപ്പം നമ്മൾ കടലപ്പരിപ്പ് 1 കപ്പല്ലേ എടുത്തത്, അതേ അളവ് തന്നെ പഞ്ചസാര എടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കൂടിപ്പോവരുത്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു 1 സ്ട്രിങ് നമ്മൾ ഒരു നൂൽ പരുവാകുന്നത് വരെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഒന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ വരണം. അപ്പം നമ്മൾ ഷുഗർ സിറപ്പ് ഏകദേശം ഒന്ന് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ടൊന്ന് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മളെ ലഡുവിന്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു ഡ്രോപ്പ് കളറ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കളറ് കംപ്ലീറ്റ് ഓപ്ഷനിലാണ് കേട്ടോ. വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കളറ് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കളറ് മാക്സിമം ചേർക്കാതിരിക്കുകയായിരിക്കും നല്ലത്. പക്ഷേ ഞാനിവിടെ ആ ഒരു ഫോട്ടോൻ്റെ ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ ചേർത്തുന്നേ ഉള്ളൂ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. നേരത്തെ പൊടിച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു ഇതൊന്ന് മിക്സായിട്ട് വരണം നന്നായിട്ട്. പഞ്ചസാര സിറപ്പുമായിട്ടും നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതൊന്ന് കാഷ്യൂനട്ടെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 5-6 കാഷ്യൂനട്ട് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർക്കുന്നുണ്ട്. 2 ടൈപ്പിലുള്ള ആ ഒരു മുന്തിരിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. പക്ഷേങ്കിൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം. അപ്പോൾ ഇത് നമുക്ക് ഇനി മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു ചൂടൊന്ന് മാറിയതിന് ശേഷം മാത്രം ഒന്ന് കൈവച്ചൊന്ന് ഉരുട്ടിയെടുക്കാം നമ്മളെ ലഡു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഇത് ചൂടാറാൻ പാടില്ല. ജസ്റ്റ് ആ ഒരു ഇളം ചൂടിൽ തന്നെ ഇതൊന്ന് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോഴേ ഇതൊന്ന് പൊട്ടിപ്പോകാണ്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വരും നമ്മൾ കുറച്ച് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ. അപ്പോൾ ഇത് ഉരുട്ടിയതിന് ശേഷം ഒന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മളെ ലഡുവെല്ലാം നന്നായിട്ട് ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു ലഡു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.